കല്യാശ്ശേരി മണ്ഡലം LDF പ്രകടന പത്രിക വിഷൻ കല്യാശ്ശേരി 2026-2031 CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രകാശനം ചെയ്തു. കായിക മേഖല, ആരോഗ്യ മേഖല, കാർഷികം, ടൂറിസം, പശ്ചാത്തല മേഖല തുടങ്ങിയ സർവ്വ മേഖലകളിലും ഇനിയുള്ള 5 വർഷങ്ങളിൽ നടപ്പിലാക്കേണ്ടവയിൽ പ്രധാനപ്പെട്ടവ ഉൾപ്പെടുത്തിയാണ് വിഷൻ കല്യാശ്ശേരി 2026-31 പുറത്തിറക്കിയിരിക്കുന്നത്. വിഷൻ കല്യാശ്ശേരി പ്രകാശന ചടങ്ങിൽ LDF കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി K പത്മനാഭൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകന്യ, LDF നേതാക്കളായ P ഗോവിന്ദൻ, PV ബാബു രാജേന്ദ്രൻ, സുഭാഷ യൂത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ നാടിനെ ആകെ മാറ്റിത്തീർക്കാൻ, ഇതിൻ്റെ മുഖച്ഛായ മാറ്റിത്തീർക്കാൻ, അതിവേഗത്തിൽ വികസിച്ച് വളർന്നു വരുന്ന നാടാക്കി ഈ കല്യാശ്ശേരിയെ മാറ്റിത്തീർക്കാനുള്ള ബൃഹത്തായ പദ്ധതികൾക്കാണ് രൂപരേഖ. ഇന്ന് കല്യാശ്ശേരിയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് പഴയങ്ങാടി. ആ പഴയങ്ങാടി ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശമാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിടം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് സംരക്ഷിക്കാനുള്ള ബൃഹത്തായ പദ്ധതികൾക്ക് രൂപം. ഇന്ന് കല്യാശ്ശേരിയുടെ ഒരു പ്രധാന വിഷയം കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കും. എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു. ചികിത്സാ രംഗത്ത് എല്ലാ അലോപ്പതി ആശുപത്രികളും മെച്ചപ്പെട്ട ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ആശുപത്രികളാക്കി മാറ്റും. ഇവിടെയാണ്, ഈ മണ്ഡലത്തിലാണ് പ്രധാനപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജ്. ആ പരിയാരം മെഡിക്കൽ കോളേജ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഉന്നത നിലവാരത്തിൽ, ഉന്നത ചികിത്സാ രംഗത്ത് അതിന് ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതിനോട് തൊട്ടുകിടക്കുന്ന ആയുർവേദ കോളേജ് മാത്രമല്ല, അതൊരു റിസർച്ച് സെൻ്ററായി, അത് നിരവധി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ കോളേജായി വികസിപ്പിക്കുന്നു. കൈപ്പാട് വിഷയം ഇത് മുഴുവൻ നമ്മുടെ കാർഷിക വിഭവങ്ങളുടെ വിഭവ കേന്ദ്രമാക്കി മാറ്റി. ധാരാളം പച്ചക്കറി ഒരു കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച പ്രദേശങ്ങളായിരുന്നു ഇതൊക്കെ. അവിടെ മുഴുവൻ വീണ്ടും പച്ചക്കറി കൃഷിയും, ഈ ചൂട് കാലത്ത് ഇവിടെ ധാരാളം ആളുകൾ കന്നുകാലികൾ കൃഷിയിൽ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പുതിയ ഒരു ജീവൻ കൊടുക്കാൻ പച്ചക്കറി, നമ്മുടെ ഈ കല്യാശ്ശേരിക്ക് വേണ്ട മുഴുവൻ പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന കേന്ദ്രമായി കൃഷിയെ മാറ്റി തീർക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള നടപടികൾ, അതിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വരുമാനമില്ല. അങ്ങനെയുള്ള 35 ലക്ഷം സ്ത്രീകൾ കേരളത്തിലുണ്ട്. അതിൽ ഇവിടെ ഈ മണ്ഡലമെടുത്താൽ ധാരാളം സ്ത്രീകൾ ഒരു വരുമാനവുമില്ലാത്തവരാണ്. അവർക്കിപ്പോൾ മാസം പ്രതി കേരള ഗവൺമെൻറ് 1000 രൂപ കൊടുക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന സ്ത്രീകളെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരെ നമ്മുടെ കുടുംബശ്രീ പോലെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ഓരോ പഞ്ചായത്തിലും തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക്, ഈ ആനുകൂല്യം കിട്ടുന്ന സ്ത്രീകൾക്ക് അവരുടെ ജീവിതം ഉറപ്പുവരുത്താനും അവരുടെ കുട്ടികൾക്ക് ആവശ്യമായി തൊഴിൽ കൊടുക്കാനും കഴിയത്തക്ക നിലയിലുള്ള സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കല്യാശ്ശേരിയുടെ മണ്ണിൽ LDFന് തുടർ വിജയമുണ്ടാകുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. വർത്തമാന ന്യൂസ്, പഴയങ്ങാടി.